സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരുടെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും എന്നും നമുക്ക് ഏറ്റവും ആവശ്യമായൊരു കാര്യം ദൈവത്തിൻ്റെ കരുണയാണ്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സംശയമില്ലാതെ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. ആ വിശ്വാസത്തോടെ ആയിരിക്കട്ടെ ഈ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഈ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മെ ഒരുമിച്ച് കൂട്ടിയ നല്ലവനായ ദൈവത്തെ, ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നല്ലവനായ ഈശോയെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഈ സമയം പ്രാർത്ഥനയിൽ മുഴുകുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന കാരുണ്യം, വാത്സല്യം ഞങ്ങളുടെ മേൽ ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിന് രോഗം കർത്താവെ ബാധിച്ചിരിക്കുന്നു, അങ്ങ് സൗഖ്യമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ കർത്താവെ ഒരുപാട് വേദന ബാധിച്ചിരിക്കുന്നു, അങ്ങ് ആശ്വാസമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന് ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ക്ലേശങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ, ആത്മീയ വളർച്ച നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. സംസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം ദൈവ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. ഈ കരുണ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏതാനും ചില വഴികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. സങ്കീർത്തനം 23 അതിൻ്റെ ശീർഷകം വായിച്ചാൽ തന്നെ നമ്മെ ദൈവം വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കരുണ ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം കർത്താവിനെ ഇടയനാക്കുക. നമുക്കറിയാം, കർത്താവ് ഇടയനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയനായാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാവുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം വചനത്തിൽ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവിനെ ഇടയനാക്കുക, നന്മയും കരുണയും നിനക്ക് ലഭിക്കും. ഇത് വചനം വാഗ്ദാനം ചെയ്യുന്ന കാര്യമാണ്. കർത്താവിനെ ഇടയനാക്കിയിട്ടുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മ വരും, ദൈവത്തിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. സങ്കീർത്തനം 23 6 വചനം അവിടെ നമ്മൾ കാണുകയാണ്, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഇതെപ്പോഴാണ്? കർത്താവിനെ ഇടയനാക്കി കഴിയുമ്പോൾ. കർത്താവിനെ ഇടയനാക്കി കഴിഞ്ഞിട്ടുള്ളവരുടെ ജീവിതകാലം മുഴുവൻ അവർ സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ നന്മയും അവിടുത്തെ കരുണയും അവരെ അനുഗമിക്കും എന്നാണ് വചനത്തിൽ നാം കാണുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 15 16 വചനങ്ങൾ. എസെക്കിയേൽ 34 ഇതന്നെ നമ്മൾ കാണുന്നുണ്ട്. നല്ല ഇടയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം വായിക്കുമ്പോൾ ആ അധ്യായത്തിലുടനീളം നല്ല ഇടയൻ്റെ
നല്ല വശങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി നമുക്ക് കൃത്യതയോടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 34-ന്റെ 15-16 വചനങ്ങൾ. ഏതാനും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നല്ല ഇടയൻ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകും. ആടിനെ നഷ്ടപ്പെട്ടാൽ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയനായിട്ട് യേശുവിനെ കാണാൻ പറ്റും. 99 എണ്ണത്തിനെയും വിട്ടിട്ട് നഷ്ടമായ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ്റെ ഉപമ ബൈബിളിൽ നമ്മൾ കാണുന്നതാണ്. പറയുന്നുണ്ട്, നഷ്ടമായതിനെ അന്വേഷിച്ചു പോകും. നമ്മളൊക്കെ ശരിക്കും നല്ല ഇടയരായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ ഇടയനാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചിറങ്ങാനുള്ള വലിയൊരു മനസ്സുണ്ടാകണം. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ കാണുന്നെങ്കിൽ അവരെ നേടിയെടുക്കാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ അവസാന വചനങ്ങൾ 19 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ഒരാത്മാവിനെ നഷ്ടമായ അവസ്ഥയിൽ കാണുകയും ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി അധ്വാനിക്കുകയും ചെയ്യുന്നെങ്കിൽ, അങ്ങനെ നിൻ്റെ അധ്വാനം കൊണ്ട് നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ആത്മാവിനെ നേടിയെടുക്കാൻ സാധിച്ചാൽ നിൻ്റെ ആത്മാവും രക്ഷപ്പെടും. നമുക്കറിയാമല്ലോ, നമ്മുടെ ആത്മരക്ഷയേക്കാൾ വലുതായിട്ട് നമുക്കൊന്നും ചിന്തിക്കാനില്ല. നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ നിലകൊള്ളുക. അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ ആത്മാവ് അതോടൊപ്പം രക്ഷ പ്രാപിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും എസെക്കിയേൽ 34, 15, 16 വചനങ്ങൾ എടുക്കുമ്പോൾ രണ്ടാമതൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, വഴിതെറ്റിയതിനെ നേർവഴിയിലേക്ക് നയിക്കണം. വഴിതെറ്റിയവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. ചിലര് പ്രാർത്ഥിക്കില്ല, ഒരുപാട് ഉപദേശിക്കും. ഉപദേശം ചിലപ്പോൾ വിലപ്പോയെന്ന് വരില്ല. മക്കളുടെ അടുത്താണേലും ആരുടെ അടുത്താണേലും നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ ഫലം കാണുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമുക്കറിയാമല്ലോ, സംസാരിക്കുന്നതിനേക്കാൾ ശക്തമാണ് പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തമാണ് പ്രാർത്ഥിക്കുന്നത്. പറയുകൊണ്ട് ഒരു വ്യക്തിയുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നവരാണേലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കാതെ കൊടുക്കുന്ന ഉപദേശങ്ങളൊന്നും അത് വിലപ്പോകത്തില്ല. അതല്ലെങ്കിൽ അത് ഫലം കാണാതെ പോയെന്ന് വരും. പറയുണ്ട്, ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു നല്ല ഇടയൻ്റെ വലിയൊരു ദൗത്യമാണ് വഴി തെറ്റിയതിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം. മറ്റൊന്ന് ഇവിടെ വചനഭാഗം പറയുന്നുണ്ട്, മുറിവേറ്റതിനെ വച്ച് കെട്ടണം. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാകരുത്. മറ്റുള്ളവർക്ക് മുറിവുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരാകരുത്. ചിലർക്ക് അവരുടെ ഒരു നേരം പോക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്തുക, എന്നിട്ട് അതിൽ സന്തോഷിച്ചിരിക്കുക. അത് ദൈവമക്കൾക്ക് യോജിച്ച ഒരു കാര്യമല്ല. ശരിക്കും ദൈവമക്കൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മുറിവ് ഉണക്കുന്നവരായി മാറണം. ആ മുറിവ് ഞാൻ ഏറ്റെടുത്തിട്ടാണേലും അവർക്ക് സൗഖ്യമുണ്ടാകണം എന്ന് ചിന്തിക്കാനുള്ള കടമയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പറയുണ്ട്, നല്ലൊരു ഇടയൻ്റെ ആ ഒരു സവിശേഷത അല്ലെങ്കിൽ ഗുണവിശേഷം ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്രകാരം പെരുമാറാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അടുത്തായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദുർബലരെ ബലപ്പെടുത്തും. ദൗർബല്യം നമുക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് അവരുടേതായ ദൗർബല്യമുണ്ടാകും. എൻ്റെ അതേ ദൗർബല്യമാകണമെന്നില്ല മറ്റുള്ളവർക്കുള്ളത്, എൻ്റെ അതേ പാപമായിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ പാപം. പറയുണ്ട്, ഞാൻ കരുണ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദുർബലമായ പലതിനെയും ബലപ്പെടുത്തിയെടുക്കാൻ പറ്റും. ദുർബലരായ പല വ്യക്തികളെയും ബലമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് ഒരാഗ്രഹം വേണം, അതിനൽപ്പം കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകണം.
അതിനൽപ്പം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് ദുർബലമായതിനെ ബലപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കാം. അവസാനത്തെ ഒരു കാര്യം, ഈ എസെക്കിയേലിൻ്റെ പുസ്തകം 34-15-16 വചനങ്ങളിൽ അവസാനത്തെ കാര്യം ഇതാണ്: നല്ലവയെ സംരക്ഷിക്കും. നല്ല ഇടയൻ നല്ലവയെ സംരക്ഷിക്കും. നമ്മൾ നല്ല ഇടയനാണെങ്കിൽ മറ്റുള്ളവരിലെ നന്മ നശിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കും, അതിനായിട്ട് പ്രയത്നിക്കും. നമ്മളിലെ നന്മ നഷ്ടമാകാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കും. അതൊക്കെയാണ് ഒരു നല്ല ഇടയൻ്റെ ഒരു ഗുണം. ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നല്ലത് പലതും നഷ്ടമാക്കുന്ന അവസ്ഥ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർക്ക് ഈ നന്മ നഷ്ടമാകുന്ന ആ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെന്ന് വരും. അതല്ല നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടോ. നമ്മൾ യേശുവിനെ നല്ല ഇടയനായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റുക. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതാണ് കർത്താവിനെ നമ്മുടെ അഭയമാക്കി മാറ്റുക. കർത്താവിനെ നമ്മുടെ ഇടയനാക്കി മാറ്റുന്നത് പോലെ കർത്താവിനെ നമ്മുടെ അഭയമാക്കി മാറ്റണം. കർത്താവിൽ അഭയം പ്രാപിച്ചാൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 32 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ദൈവകരുണ വന്ന് നിറയാനായിട്ട് എളുപ്പമാകും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. സങ്കീർത്തനം 27 വചനം കൂടി എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? സങ്കീർത്തകൻ ദൈവത്തെയും ദൈവസാന്നിധ്യത്തെയും തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ സൽഫലം തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് എനിക്ക് കോട്ടയാണ്. നമ്മൾ വലിയ കോട്ട കെട്ടി അതിനകത്ത് താമസിച്ചാലും ഈ സുരക്ഷിതത്വം ഉണ്ടാവണമെന്നില്ല. നമ്മൾ വലിയ ബംഗ്ലാവ് വെച്ച് അതിലെല്ലാം എന്ത് സെക്യൂരിറ്റി സിസ്റ്റം പിടിപ്പിച്ചാലും ഈ സംരക്ഷണം നമുക്ക് ഉണ്ടാവണമെന്നില്ല. കർത്താവ് നമുക്ക് കോട്ടയായി മാറുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ഇതാണ് സങ്കീർത്തകൻ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. സങ്കീർത്തനം 118 വചനം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. കർത്താവാണ് നമ്മുടെ അഭയമെങ്കിൽ ദൈവം നമ്മെ സംരക്ഷിച്ച് പരിപാലിക്കും. മാത്രമല്ല സങ്കീർത്തകൻ ഈ സങ്കീർത്തനം 118 മുതലൂടെ വായിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ കർത്താവ് നിന്നപ്പോഴൊന്നും അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇസ്രായേൽ ജനം പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോയപ്പോൾ മാത്രമാണ് ശത്രുക്കൾക്ക് അവരെ തോൽപ്പിക്കാൻ സാധിച്ചത്. പറയുണ്ട്, ദൈവത്തെ അഭയമാക്കി ദൈവത്തെ ഇടയനാക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നെങ്കിൽ നാം സുരക്ഷിതരായിരിക്കും. ദൈവത്തിൻ്റെ കരുണ, അളവറ്റ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന അനുഭവമുണ്ടാവും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകം മുഴുവനെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവർ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, ഇതെല്ലാം ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.